വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. എടാ ജോയി, നീ കാത്തു നിന്ന് മടുത്താ? ഇല്ലില്ല. അല്ലടാ, ഞാൻ നേരത്തെ ഗൂഗിൾ പേ ചെയ്തില്ലേ? ഇല്ലെന്നേ. ചെയ്തില്ലെന്നോ? അല്ല, ഞാൻ നേരത്തെ ഗൂഗിൾ പേ ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നീ ഇങ്ങനെ കാത്തു നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അല്ല, നിനക്ക് നേരിട്ട് എന്തോ പറയാനെന്ന് പറഞ്ഞില്ലേ, അതേ ഞാൻ കാത്തു നിന്നത്. ഞാൻ പറഞ്ഞെന്നോ? നീ അത് വേറെ ഒന്നുമല്ലടാ. അതേ, വന്നാ നോക്കേ. ഇപ്പൊ വന്നു. നീ താങ്ക്സ് ഒന്നും പറയരുതട്ടാ. നീ എത്ര വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ തരും. പക്ഷേ അത് കൃത്യമായിട്ട് പറഞ്ഞ ഡേറ്റിന് തിരിച്ചു തരണം. ഇതെല്ലാം ഫോണിൽ കൂടി പറയുന്നത് ശരിയല്ലല്ലോ. അത് ഞാൻ ചെയ്യാടാ. എന്നപ്പോ ഞാനങ്ങ് ചെല്ലട്ടെ, കുറച്ച് തിരക്കിലാണേ. എടാ, ഞാനും തിരക്കിലാണ്. പക്ഷെ നിന്നെ പോലെയുള്ള ആളുകൾ വിളിക്കുമ്പോൾ തിരക്കിലാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ശരി എന്നാ. ഓ ശരിടാ. ഓ ഹലോ ആൻഡോ, എന്താണ് നീ എന്നെ കാണുമെന്ന് പറഞ്ഞത്? എടാ, നിന്റെ അളിയൻ ജോയി സാമ്പത്തികമായിട്ട് നല്ല ഞെരിങ്ങലിലാണല്ലേ? അതെന്താടാ? അല്ല, അല്പം മുമ്പ് എൻ്റെ അടുത്ത് ഒരു 25,000 രൂപ ചോദിച്ചു വന്നായിരുന്നു. അവൻ ഇത്രയും വലിയ പ്രശ്നത്തിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത് മൊത്തം പൊട്ടി നിൽക്കടാ. ചിലപ്പോൾ നിന്നെ ഒന്ന് ഇത് അറിയിക്കാഞ്ഞിട്ടായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, നീ 10 ലക്ഷം അളിയന് കടം കൊടുത്ത കാര്യം എൻ്റെ അടുത്ത് കാശ് കടം ചോദിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നല്ലോ. അത് മോളുടെ കല്യാണത്തിനൊക്കെ ഉള്ളതാണെങ്കിലുണ്ടല്ല, തീരെ പൊട്ടി പാളീസാകുന്നതിന് മുമ്പ് അത് തിരിച്ച് മേടിച്ചു വെച്ചോട്ടാ. അതെ, അളിയനാണ് മച്ചാനാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലട്ടാ. ഒടുക്കം നീ കിടന്ന് ഓടേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എടാ, ഇത് ഇടങ്ങേറായാലുണ്ടല്ല, ഇടങ്ങേറാകും. രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ലട്ടാ. നീ എളുപ്പം കാശ് മേടിച്ചെടുക്കാൻ നോക്കട്ടാ. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. മത്തായി 15-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ വീട്ടിലേക്ക് വരാതെ ഇവിടെ വരാൻ പറഞ്ഞതേ അവളെ വെറുതെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാ. അതൊരു കണക്കിന് നന്നായി. അളിയൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. എന്നാലും ഇതില്ലാതെ ഞാൻ കൂട്ടിയാൽ കൂടില്ല. പോരാത്തതിന് നല്ലൊരു ആലോചനയുമാണല്ലോ. എനിക്കൊരാവശ്യം വന്നപ്പോൾ ബെൻസിമോളുടെ കല്യാണത്തിന് വെച്ചിരുന്ന പണം അളിയൻ ഒരു മടിയും കൂടാതെ എന്നെ സഹായിച്ചതല്ലേ. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അളിയൻ നോക്കണ്ട, അത് കൃത്യസമയത്ത് ഞാൻ തിരിച്ചു തരും. എന്നളിയന് വേണ്ടത്? അല്ല, അതിപ്പോൾ നമ്മൾ ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. എങ്ങനെയായാലും ഒരു 6 മാസത്തോളം നടത്തണമെന്നാണ് അവർ പറയണത്. ആവശ്യമുള്ള സമയത്തിനേക്കാളും ഒരാഴ്ച മുമ്പ് ഞാൻ പണം തിരിച്ചു തരും. സ്വർണ്ണം എടുക്കുന്ന സമയത്തെ കാശിന് ആവശ്യമുള്ളൂ. അതിപ്പോൾ ക്രിസ്റ്റഫറിൻ്റെ ജ്വല്ലറിയിൽ നിന്ന് എടുക്കാമല്ലോ. അത് ഞാൻ പറയാം. പിന്നെ പിള്ളേർക്ക് സുഖം തന്നെയല്ലേ? അതെ അതെ അതെ. കഴിഞ്ഞ ആഴ്ച ജെസ്സിയും പിള്ളേരും വന്നപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. അവള് പറഞ്ഞിരുന്നു കോയമ്പത്തൂർ പോയിരിക്കുകയാണെന്ന്. കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണമായിരുന്നു. കട എങ്ങനെ പോകുന്നു? അടുത്ത് തന്നെ മറ്റൊരു കട വന്നത്
നമ്മളെ ബാധിക്കുമോ? നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ നമുക്കുണ്ട്. എങ്കിൽ പിന്നെ ഞാനങ്ങനെ ചെല്ലട്ടെ. ഇങ്ങനെ ഒരു അവസ്ഥ ചെയ്തുകൊണ്ടാണേ, ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. അളിയും ധൈര്യമായിട്ട് കാര്യങ്ങൾ നീക്ക്. എങ്കിൽ ശരിയെന്നാ. ശരിയെന്നാ. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ 28-ാം അധ്യായം 13-ാം വാക്യം. ജോർജ്, നീ പള്ളിയിൽ വന്നാ? അല്ല, ഞാൻ നിന്നെ കാണാൻ വന്നതാ. ഓഫീസിൽ പോയിരുന്നേ. അപ്പം ആ ലേഡി പറഞ്ഞു പള്ളിയിലേക്ക് പോയിരിക്കുകയാണെന്ന്. ഞങ്ങൾ കുറച്ച് പേര് ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ ഒരു പ്രെയർ നടത്തുന്നുണ്ട്. പറ്റുമെങ്കിൽ നീയും പാടാ ഒരു ദിവസം. അല്ലടാ, അതിന് സമയം കിട്ടണ്ടടാ. സമയമൊക്കെ നമ്മളല്ലടാ ഉണ്ടാക്കുന്നത്. അല്ല, നീ ഇപ്പം തന്നെ കാണാൻ വന്നത്? എന്നെ നീ ഒന്ന് സഹായിക്കണം. എന്താടാ? ഒരു 5 ലക്ഷം രൂപ. അതിപ്പോ ഇപ്പോഴല്ല, ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് മതി. ഓ, അങ്ങനെയാണോ? അത് റെഡിയാക്കാം. ഞാൻ വിചാരിച്ചു ഉടനെ വല്ലതാണെന്ന്. അത് റെഡിയാക്കാം. എന്താ 4 മാസത്തിനുള്ള ആവശ്യം? അത് അളിയൻ്റെ കയ്യിൽ നിന്ന് ഒരു 15 ലക്ഷം രൂപ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മറിച്ചായിരുന്നു. പുള്ളിക്കാരനത് മകളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന കാശാ. 5 ലക്ഷം ഒഴിച്ച് ബാക്കി എന്തെങ്കിലും ഉണ്ടാവൂല്ലേ? അതെനിക്ക് റോൾ ചെയ്യാൻ പറ്റും. ബാക്കി കാശിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ശരിയാക്കടാ. പിന്നെ എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നേ. ഒരു ഡെവലപ്പ് അങ്ങ് ആകുന്നില്ല. വരുന്നത് പോലെ അങ്ങ് പോകും. എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും മിച്ചമെന്ന് പറയാൻ ഒന്നുമില്ല. ഭാഗ്യവും നിർഭാഗ്യവും, ജീവനും മരണവും, ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. പ്രഭാഷകൻ 11-ാം അധ്യായം 14-ാം വാക്യം. നീ വാ. എടാ, ഇത് നിന്റെ മാത്രം കാര്യമല്ല. ഒത്തിരി പേര് ഇതുപോലെ സാമ്പത്തിക തകർച്ചയിലാണ്. എന്നാൽ പലരും പുറത്തു പറയുകയോ അത് കാണിക്കുകയോ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. എന്ത്? ഈ സാമ്പത്തിക അഭിവൃദ്ധിക്കും കുടുംബ സമാധാനത്തിനും ആത്മീയ വളർച്ചയ്ക്കും മനുഷ്യൻ്റേതായിട്ടുള്ള വഴികളുണ്ട്. എന്നാൽ അത് പലപ്പോഴും ദുഃഖത്തിലും നിരാശയിലും പാപത്തിലും അന്ധകാരത്തിലും ഒക്കെ അവസാനിക്കും. എന്നാൽ ഇതെല്ലാം ഒഴിവാക്കി മനുഷ്യനെ ഉയർത്താൻ ദൈവത്തിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്. അത് സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ദൈവകൃപയുടെ സമൃദ്ധിയിലേക്കും നയിക്കും. നീ ദശാംശം കൊടുക്കാറുണ്ടോ? ദശാംശം? അതെന്താ? നിനക്ക് അധ്വാനിച്ച് കിട്ടുന്ന നിന്റെ വരുമാനത്തിൽ നിന്ന് 10-1 ഭാഗം നീ ദശാംശമായി കൊടുക്കണം. നേർച്ചയായി ദേവാലയത്തിലോ സാമ്പത്തിക ഞെരുക്കമുള്ള വൃദ്ധസദനത്തിലോ അനാഥാലയങ്ങൾക്കോ എവിടെ വേണേലാവാം. പിന്നെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്ന ഞാൻ എവിടെന്നാ ജോർജ് കിട്ടുന്നതിൻ്റെ 10-1 കൊടുക്കുന്നത്? എടാ, നിന്നോട് ഞാനൊരു 5 ലക്ഷം രൂപ കടം ചോദിച്ചു. എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നില്ല. എന്ന് കരുതി ഒരു പ്രാർത്ഥനാകാരനെ പോലെ എന്നെ ഇങ്ങനെ വധിക്കണം? ദശാംശം കൊടുക്കുവാനോ ആത്മീയ കാര്യങ്ങൾക്ക് പണം കൊടുക്കാൻ ചിന്തിക്കുമ്പോൾ അന്നന്നത്തെ കാര്യം നടത്താൻ ഞാൻ ബുദ്ധിമുട്ടുകയാണ്. പിന്നെ എങ്ങനെ ദശാംശം കൊടുക്കും? എനിക്കൊന്നുമില്ല കൊടുക്കാൻ എന്നൊക്കെ തോന്നിക്കുന്നതേ സാത്താൻ്റെ കെണിയാണ്.
ദൈവത്തിന് കൊടുക്കുന്നതും അതിലൂടെ നീ അനുഗ്രഹപൂർണനാകുന്നതിനും തടസ്സമുണ്ടാക്കാൻ സാത്താൻ നിന്റെ ഹൃദയത്തെ അടച്ചു കളയുകയാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് നിനക്ക് സ്വീകരിക്കാം, തള്ളിക്കളയാം. പക്ഷേ ഇത് നീ നിൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ മാറ്റങ്ങളുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. പ്രഭാഷകൻ 29-ാം അധ്യായം 12-ാം വാക്യം. ആ ഹലോ. ആ കണ്ട് എൻ്റെ സീനെ, നീ പറഞ്ഞാൽ വിശ്വസിക്കൂല. ഈ അളിയനെ വന്നിരിക്കുന്നൊരു മാറ്റമായി. 3-4 മാസം തരുമെന്ന് പറഞ്ഞാൽ ക്യാഷേ 10 ലക്ഷം രൂപയില്ലേ ഫുള്ള് തന്നു എന്ന് മാത്രമല്ല. വേണ്ട, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ പറയാം. ഇപ്പോഴാ അത് അളിയൻ കോയമ്പത്തൂർക്ക് പോയിരിക്കണമല്ല. അപ്പോൾ അവിടെയുള്ളൊരു കൂട്ടുകാരൻ്റെ കസിൻ സിസ്റ്ററിനെ ഇവിടെ ആ സെയിൻറ്റ് മാർട്ടിൻ പള്ളിയുടെ കോൺവെൻറ്റിലെ മദറാണ്. ആ മദറിന് കൊടുക്കാൻ ഒരു ലെറ്ററോ മറ്റോ ആണെന്നാണ് തോന്നുന്നത്. ഒന്ന് കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പം അത് കൊടുത്തത് ഞാനങ്ങോട്ട് എത്തും. ആ ശരി എന്നാ. ആ നീ വെച്ചു. ദേ, അവിടെ ആ കാണുന്ന സ്ഥലമൊക്കെയാണ് ക്ലീൻ ആക്കേണ്ടത്. അത് ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിലേ ദാ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ ആ ഗേറ്റിന്റെ അപ്പുറത്ത് കണ്ടോ, ആഹാ അതും ഒന്ന് ക്ലീൻ ആക്കണം. ആ ശരി ശരി. ആ മദറിനെ ഒന്ന് വിളിക്കാമോ? പറഞ്ഞോളൂ, ഞാൻ തന്നെയാ. മദറെ, ഞാൻ ആൻഡോ. ആ. ഇത് ജോയി തന്നു വിട്ടതാ. ആ ജോയി പറഞ്ഞിരുന്നു കൊടുത്തു വിടാമെന്ന്. ജോയി കോയമ്പത്തൂർ പോയിരിക്കുകയാണേ, ആ. അതുകൊണ്ടാ എന്നെ ഈ തന്നു വിട്ടത്. ആ. ഞാൻ ജോയിയുടെ അളിയനാണ്. ഓ അതെയോ? അതെ. അകത്തേക്ക് വന്നാ ഒരു ചായ കുടിച്ചിട്ട് പോകാം. ആ വേണ്ട മദറെ. എങ്കിൽ ശരി, ഞാൻ ചെല്ലട്ടെ. ആ ശരി. ദൈവം അനുഗ്രഹിക്കും. കഴിഞ്ഞ മാസം ഏതാണ്ട് ഇതേ സമയത്താ ഇതുപോലൊരു ചെക്കുമായി ജോയി എന്നെ കാണാൻ വന്നത്. അന്നത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കാര്യം കുറച്ച് പരുങ്ങലിലായിരുന്നു. എന്തു ചെയ്യുമെന്ന് ഒരു ഊഹവും ഇല്ലാതിരുന്ന സമയത്താ അന്നത്തെ ആ ജോയിയുടെ വരവും. ഒരു ദൈവദൂതന്റെ പോലെയായിരുന്നു. പിന്നെ മദർ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചെക്കാണെന്നോ കഴിഞ്ഞ മാസവും ജോയി ഇവിടെ സഹായം ചെയ്തിരുന്നുവെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ മദർ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. നമ്മുടെ നന്മകള് ദൈവം മാത്രം അറിഞ്ഞാൽ മതിയെന്ന് കരുതുന്ന ജോയിയെപ്പോലുള്ള ആളുകളുടെ നല്ല മനസ്സുകൊണ്ടാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ജീവിച്ചു പോകുന്നത്. കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന അളിയൻ്റെ സുഹൃത്ത് സൈമൻ്റെ കസിനാണ് മദർ എന്ന് പറഞ്ഞിരുന്നു.
അതെ, എൻ്റെ വല്യമ്മയുടെ മകനാ. കോയമ്പത്തൂര് റെഡിമെയ്ഡ് ഡ്രസ്സ് ബിസിനസ് നടത്തുക. സൈമൻ ചേട്ടൻ കൊടുത്തുവിട്ട കുറച്ച് ഡ്രസ്സുകളുമായിട്ടാ 1 വർഷം മുമ്പ് ജോയി ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ മാസം വന്ന് ഞങ്ങളെ സഹായിച്ചു എന്ന്. ജോയിയെയും ആൻ്റെയും നിങ്ങളുടെ കുടുംബങ്ങളെയെല്ലാം ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് 7 ഇരട്ടിയായി തിരിച്ചു തരും. മദർ, ഇവിടുത്തെ നമ്പർ ഒന്ന് തന്നേക്ക്. എന്തെങ്കിലും എളിയ സഹായങ്ങൾ എനിക്കും ചെയ്യാൻ സാധിച്ചാ അതത്ര ആയില്ല. ആ വലിയ മനസ്സിന് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. എൻ്റെ നമ്പർ 9846030708. ആ ശരി മദറെ. ഓ മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. പ്രഭാഷകൻ 17-ാം അധ്യായം 22-ാം വാക്യം. ആ എടാ നിർത്തിയ അവനല്ലേ? ആ ആ ഹലോ. ജോർജ്, ദേ ഇതെന്റെ അളിയൻ ആൻഡോ. ആ ആ നമസ്കാരം. ഹലോ. അതേ, നിങ്ങൾ സംസാരിക്ക്. ആ. ഞാൻ അപ്പുറത്തുണ്ട്. ആ ശരി. ആയിക്കോട്ടെ. ആ പിന്നെ എന്നാണ്ടാ? എങ്ങനെയുണ്ട്? ഞാൻ ഇവിടെ ആ ഇവിടെ പോയതാ വർക്ക്ഷോപ്പിലാ. വർക്ക്ഷോപ്പില്. ആ ഹലോ. ആ പറഞ്ഞു പറഞ്ഞു. ആ ആ ഹലോ. ആ എൻ്റെ പൊന്നു സാറേ, അങ്ങനെയൊന്നും പറയരുത്. അല്ല, ഞാൻ പറയണമെന്ന്. എപ്പോ? 1 മാസത്തെ അവധി കൊടുത്താ സാറേ. പണം വേണമെന്ന് പറഞ്ഞു പോയിട്ട് നിന്നെ പിന്നെ കാണാതായപ്പോൾ വിളിക്കാതിരുന്നപ്പോൾ എനിക്കറിയായിരുന്നു നീ സക്സസ് ലൈനിലായെന്ന്. ജോർജേ, ഒരു വ്യക്തിയുടെ മനോഭാവം അവൻ്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്നും വിശുദ്ധി, സത്യം, ആത്മാർത്ഥത, നന്മ ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മനോഭാവത്തോടെ ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ചില അഴിച്ചുപണികൾ നടത്തണമെന്ന് എനിക്ക് മനസ്സിലായത് അന്ന് പള്ളിമുറ്റത്ത് വെച്ച് നീ പറഞ്ഞ ചുരുക്കം ചില വാക്കുകളാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അന്നിതുപോലെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മൾ കണ്ടത്. ഇന്ന് അതുപോലെ തന്നെ പ്രാർത്ഥന കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ഇവിടെ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കൊടുക്കണമായിരുന്നു, അത് കഴിഞ്ഞ് പോകുന്ന വഴിയാണ്. പള്ളിയും പ്രാർത്ഥനയൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിച്ച് നടന്ന ഞാൻ ഇപ്പം കുർബാനയും കുടുംബ പ്രാർത്ഥനയും ഒന്നും മുടക്കാറില്ല. നീ മുഖാന്തരം ദൈവത്തോട് ഞാൻ അടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു. അല്ല, രണ്ടുപേരും കൂടി ഇതെവിടെ പോവാ? അടുത്ത ആഴ്ച അളിയൻ്റെ മോളുടെ കല്യാണമാണേ. അതിൻ്റെ കുറച്ച് ഓട്ടത്തിലാണ്. ഓക്കെ. അതുകൊണ്ടാണ് ജോർജിനെ കാണാൻ കഴിയാതിരുന്നത്. എന്തായാലും അടുത്ത ആഴ്ച മുതൽ ഞാനും ഉണ്ട് പ്രയറിന്. ഓ സന്തോഷം. എങ്കിൽ പിന്നെ ഞാൻ ചെല്ലട്ടാ. ആ ശരി. ആ ശരി, കാണാം. ഓക്കെ. എൻ്റെ പൊന്നു സാറേ, അങ്ങനെ ഒന്നും പറയരുത്. അയ്യോ വേണ്ട സാറേ. അയ്യോ അത് വേണ്ട, അത് വേണ്ട. ആ സാറേ, എനിക്ക് ഒരു മാസമല്ലേ ഞാൻ നേരത്തെ 1 മാസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 മാസത്തെ അവധി കൂടി എനിക്ക് താ. ആ അയ്യോ സാറേ, ഇതെന്താണ്? ആ വേണ്ട. മറ്റുള്ളവരെല്ലാം വിരിച്ചും കളിയാക്കിയും ഇപ്പൊ ദേ കിടന്ന് കയ്യാറ്റടിക്ക. ഹലോ ഹലോ. കട്ടായ? ജോയി. ആ ജോയി, എന്നെ ഒന്ന് സഹായിക്കണം. എനിക്കൊരു 50,000 രൂപ തരണം.
പലിശക്കാരും കടക്കാരും ഒക്കെ ആയിട്ട് ആകെ പ്രശ്നത്തിലാണ് ഞാൻ. അതിനെന്താ, ഞാനിപ്പോൾ തന്നെ തരാം. ഏ, അല്ലടാ, പണ്ടൊക്കെ കുറേ എന്നെ സഹായിച്ചിട്ടുള്ള ആളാ. അതെ. ഇതാ നോക്ക്. ആ, ഒരു മിനിറ്റ്. ആ ആ ആ, ഹലോ, ജോയിയാണ്. ആ ആ എടാ, ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം, ആരെയും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എടാ, എന്നോട് 10 ലക്ഷം കടം വാങ്ങിയ അളിയൻ എനിക്ക് ആ 10 ലക്ഷം രൂപ തന്നു. കൂടാതെ 10 ലക്ഷം രൂപ കൂടി തന്നു എൻ്റെ മകളുടെ കല്യാണത്തിന്. അങ്ങനെയുള്ള അളിയാണ് രക്ഷപ്പെടൂടെ ആകെ ഇടങ്ങേറാവൂന്നൊക്കെ പറഞ്ഞത്. എടാ, അതൊന്നും നീ ഇപ്പൊ ജോയിനോട് പറയരുത്. പറയാൻ പോയത് പിന്നെ നിന്നെ ഓർത്തിട്ടാണ് ഞാൻ. വേണമെങ്കിൽ ഞാൻ നിന്റെ കാല് പിടിക്കാം. എത്ര പേരുടെ കാലിക്കിന് പിടിക്കോടാ. ഓ, നിന്റെ ഒരു അവസ്ഥ. തിന്മയെ തിരയുന്നവന് തിന്മ തന്നെ വന്നുകൂടുന്നു. സുഭാഷിതങ്ങൾ 11-ാം അധ്യായം 27-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.